2025 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തേത്, സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏത് എന്നാണ്. സമഗ്ര ഗുണമേന്മ പദ്ധതി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമനാണ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ത്വസ്ത എന്നതാണ്. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന PSCയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് പട്ടം, തിരുവനന്തപുരം. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലാണ്. കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂവാറ്റുപുഴയിലാണ്. അടുത്തിടെ സ്ഫോടനമുണ്ടായ മൗണ്ട് ഡുക്കോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. 2025 ഫെബ്രുവരി തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പീൻസ് ആണ്. 72ാമത് മിസ് വേൾഡ് മത്സരം 2025 വേദി തെലങ്കാന. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ്. 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വികസിത് ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തി സാം നുജോമ. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചിക ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ രാജ്യം ഒഡീഷയാണ്. കേരളം 15ാം സ്ഥാനത്താണ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ 6ാമത്തെ പതിപ്പ് ധർമ്മ ഗാഡിയൻ 2025 ഫെബ്രുവരിയിൽ വേദിയാകുന്നത് ഈസ്റ്റ് ഫ്യൂജി മാനുവൽ ജപ്പാനിലാണ്. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമായ ഐക്യുവെറിൻ 2025 വേദിയാകുന്നത് മാലിദ്വീപിലാണ്. ദിവേഹി ഭാഷയിൽ ഐക്യുവെറിൻ എന്ന പദത്തിന്റെ അർത്ഥം സുഹൃത്തുക്കൾ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. വന അതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര V1. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ PK ശങ്കരനാണ്. 2025 ഫെബ്രുവരി അന്തരിച്ച ഒഡീസി നൃത്തത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി മായാധർ റൌട്ടാണ്. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മർലീനയാണ്. പൈലറ്റുമാർക്ക് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ആദ്യത്തെ രാജ്യം ചൈനയാണ്. 2025 ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ സംസ്ഥാനം തമിഴ്നാടാണ്. 2025 ഫെബ്രുവരി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ശക്തികാന്ത ദാസ് ആണ്. നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ PK മിശ്ര, ശക്തികാന്ത ദാസ് എന്നിവരാണ്. 2025 ഫെബ്രുവരി റിപ്പോർട്ട് പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. ഇന്ത്യക്കാർക്ക് 56 ഇടങ്ങളിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം. 2025 ഫെബ്രുവരി റിപ്പോർട്ട് പ്രകാരം ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാമത്തെ രാജ്യം സിംഗപ്പൂർ ആണ്. 197 ഇടങ്ങളിലേക്ക് വിസ കൂടാതെ പ്രവേശിക്കാൻ സാധിക്കും. 2025 ഫെബ്രുവരി ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അഥവാ IBCA എന്നറിയപ്പെടുന്നു. 2025 ഫെബ്രുവരി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് ഇദ്ദേഹം. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവരായിരുന്നു കഴിഞ്ഞ മന്ത്രിമാർ. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21.
2025 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം ഭാഷാ കാര്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്നതാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം 2025 ലഭിച്ച പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര കിംഖാനി ആണ്. ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം USA, രണ്ടാമത് ചൈന, മൂന്നാമത് റഷ്യ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഗ്യാലറിയുടെ പേര് ഓൺ ദി എഡ്ജ് എന്നാണ്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നത് തടയുവാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ എന്നറിയപ്പെടുന്നു. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം സംസ്ഥാന തലത്തിൽ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറത്ത്, രണ്ടാം സ്ഥാനം കൊടകര തൃശൂർ, മൂന്നാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം വെളിയന്നൂർ, രണ്ടാം സ്ഥാനം ഉഴമലക്കൽ തിരുവനന്തപുരം, മൂന്നാം സ്ഥാനം മറ്റത്തൂർ തൃശൂർ എന്നിവയ്ക്കാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ഗുരുവായൂർ, രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി, മൂന്നാം സ്ഥാനം ആന്തൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് കെ-ടിക്ക്. പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സ്വറെയിൽ സൂപ്പർ ആപ്പ്. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം കതിരവൻ. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷനാണ് കെയർ FM. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖാണ്. 9 വയസ്സായി കുറയ്ക്കുന്നു. 2025 UN മനുഷ്യാവകാശ കൗൺസിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്കയാണ്. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പച്ച മതിൽ തീർക്കുന്നതിനായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന പദ്ധതി. 2025 ലോക പുസ്തകമേളയുടെ വേദി ന്യൂഡൽഹിയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് ഡെനാലിക്ക് നൽകിയ പുതിയ പേര് മൗണ്ട് മക്കിൻലി എന്നാണ്. ചിന്നാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ ഒരു പരമ്പരാഗത നാടോടി നാടകരൂപം ദശാവതാരമാണ്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തുൾസി ഛത്തീസ്ഗഡ് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഉത്തർപ്രദേശുകാരനാണ്. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടന്ന അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് മഹാബലേശാണ്, മഹാരാഷ്ട്ര. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ മാസം 2025 ജാനുവരിയാണ്. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബഡ്ജറ്റാണ് 2025-26 അവതരിപ്പിച്ചത്? 8ാമത്തെ ബഡ്ജറ്റാണ്. തുടർച്ചയായി കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് ദി പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ചെറുവയൽ രാമൻ വയനാടുകാരനാണ്.
കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്ന പേരിലാണ്. ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് വിജയ് ദുർഗ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അന്താരാഷ്ട്ര സഹകരണ വർഷം 2025 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം സഹകരണങ്ങൾ ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നു എന്നതാണ്. മഖാന ഉത്പാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാറാണ്. മഖാന എന്ന് വെച്ചാൽ താമര വിത്ത് എന്നാണ് അർത്ഥം. കൈക്കൂലിക്കാരെ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടക്കുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ. വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1064. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരളമാണ്. 37ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശ്ശൂരാണ്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഗ്രാമി അവാർഡ് 2025 67ാമത് ഗ്രാമിയിലെ പുരസ്കാരം നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തിയെന്ന റെക്കോർഡിനുടമയായത് ബിയോൺസെ, അമേരിക്കൻ ഗായികയായ ബിയോൺസെ ആണ്. 67ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ വ്യക്തിയാണ് ചന്ദ്രിക ടെൻഡർ. 2025 ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച രാജ്യം തായ്ലൻഡാണ്. ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം താരാനക്കി മൗനങ്ക എന്നതാണ്. 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോൾ സ്വർണ്ണ മെഡൽ ജേതാക്കൾ കേരളം. 2025 ഫെബ്രുവരി അന്തരിച്ച മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചാവ്ല. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. 2025 ഫെബ്രുവരി അന്തരിച്ച മുൻ നമീബിയൻ പ്രസിഡന്റ് സാം നുജോമ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ രാജസ്ഥാൻ. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം UAE. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം UAE. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋത്തിക ടിർക്കി. 2025 മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മാർച്ച് 21. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2025 ലോക തണ്ണീർത്തട പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ രാജസ്ഥാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. പ്രഗതി, പ്രജനി എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുത്പാദന ശേഷിയുള്ള ഇനമാണ്? പാവൽ. ശ്രദ്ധിക്കുക, പ്രഗതി, പ്രജനി എന്നിവ പാവലിന്റെ അത്യുത്പാദന ശേഷിയുള്ള ഇനമാണ്. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാട്, തോർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്. ഇത് രണ്ടും തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഖേച്ചെ പാൽരി തണ്ണീർത്തടം സിക്കിം, ഉദ്വ തടാകം ജാർഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരമാണ് R പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാമ കോടതിക്കുള്ള നിയോജക മണ്ഡലം വാമനപുരം, തിരുവനന്തപുരം.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ഒപ്പം എന്ന പദ്ധതി ആരംഭിച്ച യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്താണ്. അപ്പോൾ ഒപ്പം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. 2025 മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വരുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ നിക്കി പ്രസാദ്, ഇന്ത്യൻ ടീമിലെ മലയാളി ക്രിക്കറ്റ് താരം VJ ജോഷിത വയനാട്. 2025 ജനുവരി ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ജോർജിയയാണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. 2ാം സ്ഥാനത്ത് റഷ്യ, 3ാം സ്ഥാനത്ത് ചൈന, 4ാം സ്ഥാനത്താണ് ഇന്ത്യ, ഏറ്റവും അവസാന സ്ഥാനത്ത് ഭൂട്ടാനാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് സൈനിക ശക്തിയിൽ. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ഭാരോദ്വഹനമാണ്. 38ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് PS ജീന ബാസ്കറ്റ്ബോൾ താരമാണ്. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. 38ാം ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി 3 സ്വർണം നേടിയ വനിത ഹർഷിത ജയറാമാണ്. ഇന്ത്യ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥ്യം വഹിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ഓർത്തിരിക്കുക, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പിന്റെ ഗുഡ്വിൽ അംബാസഡർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരാണ്. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്തിലെ കച്ച് ആണ്. ഗുനേരി ഗ്രാമം ഗുജറാത്തിലെ കച്ചാണ്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് T പത്മനാഭനാണ്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് T പത്മനാഭനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരിലാണ്. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നത് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരിലേക്ക് ഡൊണാൾഡ് ട്രംപ് നാമകരണം ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്